നമ്മുടെ മധുര ശ്വാസകോശം 3 കഷ്ണമായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് 3 കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 കഷ്ണമാക്കിക്കൊണ്ട് എന്തോ രോഗങ്ങൾ, ഏതോ ഞരമ്പുകൾ, രക്തഓട്ടങ്ങളിൽ അവിടെ കൂടി കടന്നു പോകുക രക്തഓട്ടങ്ങളിൽ നിർജ്ജീവത്വം ഉണ്ടാവുകയും അങ്ങനെയാണ് ഇത് 3 കഷ്ണമായി മാറണത്. ആ ശ്വാസകോശത്തെ കർത്താവ് ഇപ്പോഴും പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ നട്ടെല്ലിന് ബെൻഡിങ് വന്നിരിക്കുകയാണ്. നേരെയുള്ള നട്ടെല്ല് എസ് പോലെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വന്നിരിക്കുന്നു. അതിന് മുതുകിന് അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറയണത്. അത് ബെൻഡിങ് വന്നിട്ടുണ്ട്. ഈ നട്ടെല്ലിനെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ പുഴുക്കൾ അരിക്കുന്ന ശരീരം, പുഴുക്കളാണ്. അതായത് മഞ്ഞ നിറമുള്ള ചുവന്ന തലയുള്ള പുഴുക്കൾ അരിക്കുന്ന ശരീരം. ഈ ശരീരം ആരുടേതായാലും അത് കിടപ്പായാലും ഇനി ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്ന് ചെവിയിൽ നിന്ന് ഇത്തരം പുഴുകൾ വന്നാലും ഈ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ദിവ്യകാരുണ്യത്തിന് വലത് കാതുകളെ വേദനയുള്ളവർ, രോഗമുള്ളവർ, വലത് കാതിന് ദൂരമുള്ളവർ, കാതിന് പഴുപ്പ് വരുന്നവർ കൈവച്ച് സ്തുതിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ആ വ്യക്തിയുടെ ഇല്ലെങ്കിൽ തന്നെ വീട്ടിലാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ആരായാലും ബന്ധുക്കൾ അറിയാവുന്നവർ ഇപ്പോഴും അവരുടെ വലത് കാലിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ രോഗങ്ങള്, തീരാവേദികള് നാമത്തിൽ മാറിക്കൊടു. ഇടത് വയറിന് വേദനയുള്ളവർ, പണ്ട് ഒരു വയറിനൊരു പോറലുണ്ടായിരുന്ന ആ പോറലെ പുറത്ത് വെച്ച് കാണാൻ കഴിയുമായിരുന്നു. ഉള്ളിലുള്ള പോറലിൻ്റെ ഇളം വയലറ്റ് നിറമുള്ള ചെറിയ ഛായ ഷെയ്ഡ് ഇടത് വയലിൽ കാണുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള എല്ലാ ഷെയ്ഡിലുള്ള, അതേസമയം തന്നെ ഉള്ളിൽ വേദനയുള്ള ഉദര രോഗികളെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. അസ്ഥികളെ കർത്താവ് കാണിക്കുന്നു. അസ്ഥികൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും നീളത്തിലുള്ള ദൂരങ്ങളുണ്ട്. സ്വാഭാവികമായ ദൂരമാണെന്ന് തോന്നുന്നു, ഉണ്ടായ ദൂരമല്ല, പണ്ട് മുതലേ ഉള്ള ദൂരമാണ്. സ്വാഭാവികം അസ്ഥികൾക്ക് ഉണ്ടാകുന്ന ദൂരങ്ങൾ 8 പോലെയാണ് അതിന് ഷേപ്പ് ഇരിക്കുന്നത്. 8 പോലെ ആയിരിക്കുമ്പോൾ ആ 8ൻ്റെ 2 പൂജ്യങ്ങളും ഉള്ളതുപോലെയുള്ള ദൂരങ്ങൾ ഉണ്ട്. ഈ അസ്ഥികൾക്ക് എന്നാ അസുഖമെന്ന് അറിയത്തില്ല, പക്ഷേ അസ്ഥികളെ ഉള്ള ഗുരുതരമായ അസുഖത്തെ ഇപ്പോഴീശോ പൂർണ്ണമായി സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. സന്തോഷം
സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. പൂപ്പൽ പിടിക്കുന്ന ശരീരഭാഗങ്ങൾ, ചില ശരീരഭാഗങ്ങളിൽ പൂപ്പൽ പിടിക്കുന്നുണ്ട്. മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ വെളുത്ത തൂവെള്ള പഞ്ഞി പോലെ ഇരിക്കും. പഞ്ഞിയല്ല, നമ്മൾ ഈ മൂടൽ മഞ്ഞ് പോലെ, മഞ്ഞ് നീരാവി പോലെ ഇരിക്കും. അങ്ങനെ പൂപ്പൽ പിടിക്കുന്ന ഞരമ്പിൻ്റെ ചില ഭാഗങ്ങൾ, ആ രോഗമുള്ള വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതി പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. ചാക്കോ വർഗീസിൻ്റെ സാക്ഷ്യം ആയിരുന്നു ആദ്യമായി നമ്മൾ കേട്ട ഒരു സാക്ഷ്യം. അദ്ദേഹത്തിൻ്റെ ചില കമൻറ്റുകൾ ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. വിശ്വാസത്തിൻ്റെ ആൾക്കാരെ, വിശ്വാസികളെ അദ്ദേഹം രണ്ടായി തിരിച്ചു. സാധാരണ വിശ്വാസികളും അസാധാരണ വിശ്വാസികളും. അപ്പം അത് ഞാൻ പണ്ടേ പലപ്പോഴും ശുശ്രൂഷയിൽ അനുസ്മരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് സാധാരണ വിശ്വാസികളെന്ന് പറയുമ്പോൾ എന്താണ് വരണത്? പാരമ്പര്യമായി ഉള്ള വിശ്വാസികൾ. പാരമ്പര്യ വിശ്വാസികൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താ? അതായത് അവർക്ക് പ്രത്യേകിച്ച് വിശ്വാസത്തിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഹെവി ഡ്യൂട്ടി ചെയ്യാൻ ആ വിശ്വാസം പ്രാപ്തമല്ല. അതാണ് പ്രശ്നം. ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ വിഷയം എന്താ? അത് ബ്ലഡ് ക്യാൻസറാണ്. അത് ഹെവി ഡ്യൂട്ടിയാണ്. ഒരു ജലദോഷം പനിയും മാറണ പോലെ അത് മാറത്തില്ല. അപ്പം അതാണ് ഹെവി ഡ്യൂട്ടി. സാധാരണ വിശ്വാസം എന്ന് പറയുമ്പോൾ ഹെവി ഡ്യൂട്ടി ചെയ്യുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. അതുകൊണ്ട് എപ്പോഴും അച്ഛൻ എന്നാ പറയണത്? വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണം. വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണമെന്ന് അച്ഛൻ പറയും. ചില സമയത്ത് ഞാൻ പറയും വിശ്വാസം നമ്മുടെ പേരിൽ കൂട്ടി പിടിക്കാൻ പറയും. വിശ്വാസ പ്രമാണം പൊക്കുവരവ് ചെയ്ത് നമ്മുടെ പേരിൽ കൂട്ടി തണ്ടപ്പേര് പിടിക്കാൻ പറയും. രണ്ട് കാര്യം ഇങ്ങനെ. കാര്യം ഈ വിശ്വാസ പ്രമാണം ഇപ്പം നമുക്ക് ആ പ്രമാണം ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്? അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും അല്ലേ? അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയായി അവർ പറഞ്ഞു തന്ന വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഇപ്പോഴും നടക്കുകയാണ്. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈടി വെക്കാൻ കുഴപ്പത്തില്ല. ഈടി വെക്കുമ്പോൾ കർത്താവ് ചോദിക്കും, ഇത് നിൻ്റെ പേരിലല്ലോ, നിൻ്റെ അപ്പൻ്റെ പേരിലല്ലേ എന്ന് പറയും. ഇപ്പോഴും ഈ 10-55 കൊല്ലം ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് ഇപ്പോഴും അപ്പൻ്റെ വിശ്വാസത്തിലാണെങ്കിൽ പണിയായിരിക്കും അത്. കർത്താവ് എപ്പോഴും നോക്കണത് എന്താ? വിശ്വാസം നിൻ്റെ പേരിലാക്കിയോ എന്ന് ചോദിക്കും. ഇപ്പോൾ ചാക്കോ വർഗീസ് എന്നാ ചെയ്തത്? വിശ്വാസം തൻ്റെ പേരിലാക്കാൻ അദ്ദേഹം ഇവിടുന്ന് എഴുതി കൊടുത്ത പ്രാർത്ഥന കുഞ്ഞിൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റക്ക് പോയിരുന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മകനെ ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ? എനിക്ക് കരയാൻ വേണ്ടി മാത്രം ഡോക്ടർ ഒരു മുറി തന്ന പോലെ ആയെന്ന്. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞെന്ന് 1 മണിക്കൂർ. അത് വിശ്വാസം സ്വന്തം പേരിലാക്കുന്നതിന് മുമ്പുള്ള ഒരു ചാക്കോ വർഗീസാണ്. അതിനുശേഷം അദ്ദേഹം എന്താ പറഞ്ഞത്? RCCയിൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 1 മണിക്കൂർ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നെന്നാണ് പറയുന്നത്. അത് നമ്മൾ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ മുതൽ മുടക്കുകയാണ്. അപ്പൻ സ്വന്തമായിട്ട് മുതൽ മുടക്കുകയാണ്. അപ്പോഴേ നമ്മളുടെ സ്വന്തമായ മുതൽ മുടക്കെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിലെ കർത്താവ് നേടിയെടുത്ത കൃപയിലെ മുതലേ. നമ്മുടെ മുതലെന്ന് പറഞ്ഞാൽ എന്താ? ക്രൂശിക്കപ്പെട്ടവൻ അവൻ്റെ പീഡാനുഭവത്തിലൂടെയും അവൻ്റെ കുരിശു മരണത്തിലൂടെയും പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്ത് നീതി നിറവേറ്റിക്കൊണ്ട് അവൻ നേടിയെടുത്ത പിതാവിൻ്റെ പ്രസാദത്തിനാണ് മുതലെന്ന് പറയണത്. നമ്മുടെ മുതലതാണ്. എന്താണ്? കൃപ. അതുകൊണ്ടാണ് കൃപയുടെ കാര്യം പറയുമ്പോഴേ കർത്താവിൻ്റെ വചനം പറയും, കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി.
അതാണ് യോഹന്നാൻ 1:16. കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പം കർത്താവ് ഉണ്ടാക്കിയതാണ് കൃപ. കർത്താവ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഈ കൃപ പിതാവിൻ്റെ പ്രസാദമാണ്. അതായത് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായി ഈശോ പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ, മനുഷ്യപ്രകൃതിയിൽ പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിതാവ് പ്രസാദിച്ചു. അതാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എന്ന് പറഞ്ഞ്, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ടവൻ. അതാണ് പീഡാനുഭവത്തിൽ സംഭവിച്ചത്. അതാണ് മത്തായി ശ്ലീഹ 12:18 എന്ന് പറഞ്ഞ്. മത്തായി ശ്ലീഹ 12-ാം അധ്യായം 18-ാം വാക്യം. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അപ്പൊ പിതാവിൻ്റെ പ്രസാദത്തിനാണ് എന്നാ പറയണത്? കൃപ എന്ന് പറയണത്. ഈ പിതാവിൻ്റെ പ്രസാദം ആരുണ്ടാക്കിയെടുത്തതാ? ഈശോ പീഡാനുഭവത്തിലൂടെ പാപത്തിന് പരിഹാരം ചെയ്ത്, മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് ദൈവം തന്നെ മനുഷ്യ പ്രകൃതിയിൽ പരിഹാരം ചെയ്ത് നീതി നിറവേറ്റി ഉണ്ടാക്കിയെടുത്തതാണ്. കാര്യം നേരത്തെ കൃപ ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എന്താണ് കഴിയാതിരുന്നത്? അവർ മനുഷ്യൻ ചെയ്ത പാപത്തിന് വേണ്ടി ആടിനെയാണ് ബലിയർപ്പിച്ചത്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയണത്, മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിൽ എന്ന് പറഞ്ഞ്, മുറപ്രകാരമുള്ള ഹോമയാഗങ്ങളിലെ ഞാൻ സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അപ്പോഴെങ്ങനെയാണ് ഈ സന്തോഷം ഉണ്ടാക്കിയത്? ഈശോയുടെ സന്തോഷം എന്താണ്? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. ഇഷ്ടം നിറവേറ്റുന്നതിലാണ് കൃപ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നീരാവി ഘനീഭവിക്കുമ്പോഴാണ് മഴ ഉണ്ടാവുന്നത്, ഇല്ലേ? നീരാവി ഘനീഭവിക്കുമ്പോൾ മഴ ഉണ്ടാകുന്നത് പോലെയാണ് ദൈവ ഇഷ്ടം നിറവേറ്റുമ്പോൾ കൃപ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതാണ് സങ്കീർത്തനം 40:6. സങ്കീർത്തനം 40:6 മുറപ്രകാരമുള്ള ഹോമയാഗങ്ങളിൽ പറഞ്ഞ്, ഹനനയാഗങ്ങളിൽ ഞാൻ സംതൃപ്തനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പാ, ഇതാ ഞാൻ വരുന്നു, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ്, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ്, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അടിച്ചു കിടത്താൻ സന്തോഷത്തോടെ കർത്താവിനോട് എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തട്ടെ. കർത്താവേ, നിരവധിതമായ നാമത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ, ഇവിടെയുള്ള എല്ലാ മക്കളെയും സ്പർശിക്കുക. അടിപ്പിഴ പോലെ, ആഘാതം പോലെ ദൈവത്തിന്റെ ശക്തി ഓരോ വ്യക്തികളിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ. കൃപമതിയേ, കൃപമതിയേ, എല്ലാവരും കരങ്ങളടിച്ചുകൊണ്ട് സന്തോഷത്തോടെ കൃപമതിയേ, കൃപമതിയേ, അളവില്ലാത്തതിൻ കൃപമതിയേ. രാജരാജ, രാജാതിരാജ, പാടിപ്പുകഴ്ത്തിടുമേ, ദിനവും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. കൃപമതിയേ, കൃപമതിയേ, ഭാഷാപരത്തോടെ ശ്രദ്ധിക്കട്ടെ. ഭാഷാപരത്തോടെ ദൈവമേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശ്രദ്ധിക്കുക, ചുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന കിഡ്നികൾ, ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന വൃഷണങ്ങൾ, ഈ രണ്ടും, അതായത് കിഡ്നി ചുങ്ങുകയും അതായത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ വൃഷണം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വൃഷണം ചുരുങ്ങുമ്പോൾ ഉണ്ടാകും കുഴപ്പം, അതിൻ്റെ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടത്തില്ല, ഡ്രൈ സെൽസ് ആയിരിക്കും. ഈ രണ്ട് വ്യക്തികളെയും കർത്താവ് ഇപ്പോൾ സ്പർശിച്ച് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ഈ അത്ഭുത സൗഖ്യം നൽകുന്ന കർത്താവിനെ നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ അടുത്തിരുന്നു കൊണ്ട് അങ്ങേ ആരാധിച്ച് അഭിഷേകം പ്രാപിക്കാൻ അനുഗ്രഹം ലഭിച്ച ഞങ്ങളെയും വിദൂരങ്ങൾ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന യൂട്യൂബിലൂടെയും മൊബൈലിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഈ ആരാധനയിലെ ഏത് സമയത്തും പങ്കെടുക്കുന്ന എല്ലാവരെയും തിരുമുറിവാർന്ന വലത് കരത്താൽ ആശീർവദിക്കണമേ. അവിടെ രോഗങ്ങള്, നാനാവിധ ജീവിത ദുരിതങ്ങള്, ജീവിത പ്രയാസങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോട്ടെ. ലോകം മുഴുവനും ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. തിരുക്കരത്താൽ തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. നമ്മൾ ഇടത് ഭാഗത്ത്, അതായത് നമ്മുടെ പതകിന് താഴെ ഇടതുവശത്ത് പണ്ട് ഇങ്ങനെ കുരു വന്ന് പൊട്ടുകയും പിന്നെ എന്നാ സംഭവിച്ചെന്നറിയത്തില്ല, ഇപ്പോഴും ഉള്ളതുപോലെയാണ് ദർശനത്തിലുള്ളത്. അത് അങ്ങനെ മുന്നോട്ട് ചിന്തിച്ചാൽ കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളാകാം. ഈ ഇടതുവശത്ത് അച്ഛൻ കാണിക്കണ ഈ വശത്ത് മുതുകിൻ്റെ ബാക്കിൽ ഇടതുവശത്ത് പണ്ട് കുരുവ് ഇപ്പോഴും ആയാലും ശരി, എപ്പോഴാണെന്ന ടൈമിനെക്കുറിച്ച് വ്യക്തതയില്ല, പക്ഷേ ആ രോഗം ഉള്ളിലേക്കുള്ള രോഗമാണ്, മുറിവിൻ്റെ രോഗമാണ്. കർത്താവ് ഈ സമയം ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന ഹല്ലേലൂയ. പാരം പരിശുദ്ധ ദിവ്യകൂദാശയെ സുദിന ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. പാരം പരിശുദ്ധ ദിവ്യകൂദാശയെ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എല്ലാവരും പാടുക. പാടി അഭിഷേകം പ്രാപിക്കുക. എല്ലാവരും ചേർന്ന് പാരം പരിശുദ്ധ ദിവ്യകൂദാശയെ. പാരം പരിശുദ്ധ കൂദാശയെ ഞങ്ങൾ കാണുന്നു, വണങ്ങിടുന്നു. എല്ലാവരും പാരം പരിശുദ്ധ കൂദാശയെ ഞങ്ങൾ കാണുന്നു, വണങ്ങിടുന്നു. ആരാധനാസ്തുതി ഗീതങ്ങളാലും
വാഴ്ത്തി പുകഴ്ത്തിയിടുന്നു. ഒരുമിച്ച് ആരാധന സ്തുതി ഗീതങ്ങളാലും വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ഒരുമിച്ച് പാരമ്പരിശുദ്ധ പരിശുദ്ധ വണങ്ങിടുന്നു. ആരാധന സ്തുതി ഗീതങ്ങളാലും വാഴ്ത്തി സ്തുതിച്ചിടുന്നു. പക്ഷാവരെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന സ്തുതി ഗീതങ്ങളാലും ആരാധന സ്തുതി സ്തുതി ഗീതങ്ങളാൽ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ആരാധന സ്തുതി ഗീതങ്ങളാൽ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. Praise the Lord. Hallelujah. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. മക്കളെ, വിശ്വാസം അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ ചക്കവർഗീസിൻ്റെ അനുഭവം പോലെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ പേരിലായി. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായ കുടുംബപരമായ തറവാട്ട് സ്വത്ത് പോലെയുള്ള ആധ്യാത്മികമായ പാരമ്പര്യമുണ്ടായിരുന്നു. അതുവഴി അദ്ദേഹം പള്ളിയിൽ പോയിരുന്നു, കുടുംബ പ്രാർത്ഥന ചെയ്തിരുന്നു. അതുപോലെ തന്നെ തിരുനാളുകളിലും മറ്റു കാര്യങ്ങളിലും ഭക്തിയോടെ സംബന്ധിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ആചാരാനുഷ്ഠാന പ്രകാരമുള്ള പാരമ്പര്യ വിധി പ്രകാരം അദ്ദേഹം ചെയ്തിരുന്നതാണ്. ഇപ്പോഴേ ഈശോ എന്നാ ചെയ്യാൻ പോകുന്നു? അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ വിശ്വാസത്തെ നമുക്കറിയാമല്ലോ, വിശ്വാസം എന്ന് പറയണത് എപ്പോഴും ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ഇഷ്യൂ തന്നെ ഉണ്ടാകണമെന്ന് അങ്ങനെ ഒരു രീതിയുണ്ട്. അല്ലാതെ തന്നെ വ്യക്തികൾ ദൈവത്തെ സ്നേഹിച്ച് സൽപ്രവൃത്തികൾ വളർന്നും വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം എന്താണ്, നമ്മൾ വിശ്വസിക്കുമ്പോൾ ആരല്ല വിശ്വസിക്കണത്? നമ്മുടെ ഇപ്പോൾ ചില പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ, വിശ്വാസമല്ലേ എല്ലാം വന്ന്. അതൊരു കള്ളത്തരാണ് ശരിക്കും പറഞ്ഞാൽ. വിശ്വാസം അവർ പറയുന്ന വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസമല്ല, അത് മനുഷ്യൻ്റെ ശക്തിയിലുള്ള വിശ്വാസമാണ്. ഈ മനുഷ്യന്മാർക്ക് ഒരു ശക്തി, മനസ്സിനൊരു ശക്തി ഉണ്ടാകും. ആ മനസ്സിൻ്റെ ശക്തിയോടെ കുറേ ആൾക്കാരെ കുറേ കാര്യങ്ങൾ ചെയ്യും. ആ ദൈവമായിട്ടൊരു ബന്ധവുമില്ല. മനസ്സിൻ്റെ ശക്തി കൊണ്ട് ചില ആൾക്കാർ മനസ്സിങ്ങനെ ആഗ്രഹിച്ചു, മനസ്സ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില രാത്രിയൊക്കെ ആൾക്കാർ എഴുന്നേറ്റിട്ട് ഭിത്തിയെ കൂടി കയറിപ്പോണ ആൾക്കാരുണ്ട്. അതെന്താണ് ആളെങ്ങനെ കയറിപ്പോണത്? അയാൾ ആ സമയത്ത് ഉറക്കത്തിൻ്റെ ആ സോമനാപുരുഷത്തിൻ്റെ സമയത്ത് അദ്ദേഹം ധരിക്കണത് എന്താണ്? അദ്ദേഹം സാധാരണ സ്ഥലത്ത് കൂടിയാണ് പോണതെന്ന് മനസ്സിനെ ധരിപ്പിച്ചിരിക്കുകയാണ്. സാധാരണ സ്ഥലത്ത് കൂടിയാണ് പോണതെന്ന് മനസ്സിനെ ധരിപ്പിച്ചാൽ സജഷൻസ് ഉണ്ടാകും, മെൻ്റൽ സജഷൻസ് ഉണ്ടാകും. മെൻ്റൽ സജഷൻസ് ഉണ്ട പോലെയുള്ള സൗഖ്യങ്ങളല്ല കർത്താവിലുള്ള വിശ്വാസത്തിൽ സൗഖ്യം. പല ആൾക്കാരും പറഞ്ഞത് സൈക്കോളജിക്കൽ ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞത് മെൻ്റൽ സജഷനിൽ നിന്നുണ്ടാകുന്നതാണ്. മെൻ്റൽ സജഷനിൽ നിന്നുണ്ടാകുന്ന സൗഖ്യമല്ല, കർത്താവിൻ്റെ കൃപയിലുണ്ടാകുന്ന സൗഖ്യം. കാര്യമെന്താ? നമ്മൾ വിശ്വസിക്കണത് എന്താണ്? ഈ മെൻ്റൽ സജഷനിൽ നിന്നുണ്ടാകുന്ന വിശ്വാസം നിലനിൽക്കണതല്ല. നമ്മൾ വിശ്വസിക്കണത് എന്താണ്? മനസ്സിൻ്റെ ശക്തിയിലല്ല നമ്മൾ വിശ്വസിക്കണത്. പിന്നെ ആരുള്ള ഒരു വ്യക്തിയിലുള്ള സ്നേഹത്തിലാണ് വിശ്വസിക്കണത്. തിരിച്ചറിയണം നമ്മളിത്. മനസ്സിൻ്റെ ശക്തിയിലല്ല നമ്മൾ വിശ്വസിക്കണത്. നമ്മൾ ആരിലാണ് വിശ്വസിക്കണത്? ഒരു വ്യക്തിയുടെ സ്നേഹത്തിലാണ് വിശ്വസിക്കണത്. അതെന്താണ്? അതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ വ്യക്തി നിലനിൽക്കുന്ന വ്യക്തിയാണ്. ആരാണത്? ഈശോ. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. നിത്യതയോടെ നിലനിൽക്കുന്ന വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. 16:19 ഒന്ന് പറഞ്ഞ്, യോഹന്നാന്റെ സുവിശേഷം 16:19. ഞാൻ ജീവിക്കുന്നു പറഞ്ഞ്, അതിനാൽ നിങ്ങളും ജീവിക്കും. ഇപ്പം മെന്റൽ സജഷൻ അല്ല, മെന്റൽ പവർ അല്ല. വി ആർ ബിലീവിംഗ് എ പേഴ്സൺ. ദ
പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്താ ഗുണം? ഈ മെൻ്റൽ സജഷൻ എന്ന് പറയുന്ന നിരീശ്വരന്മാർ പറയുന്നത്, അല്ലെങ്കിൽ സ്കോളേഴ്സ് പറയുന്ന ഈ മനസ്സിൻ്റെ പവറില്ലേ, അത് നിലനിൽക്കത്തില്ല. എന്താണ്? പക്ഷേ ഈ വ്യക്തി നിലനിൽക്കുന്നിടത്തോളം കാലം ആ വ്യക്തിയിലുള്ള വിശ്വാസം നിത്യതയോളം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് എന്താ പറയണത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കുന്നു. 1 കൊരിന്ത്യസ് 13:13 1 കൊരിന്ത്യസ് 13:13 ഒന്ന് പറഞ്ഞേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കുന്നു. ഈ മെൻ്റൽ സജഷൻ നിലനിൽക്കത്തില്ല, മെൻ്റൽ പവർ നിലനിൽക്കത്തില്ല. നമ്മൾ മരിക്കുന്ന മുമ്പ് നമ്മുടെ മനസ്സ് മരിച്ചിരിക്കും. മനസ്സിലായോ? പക്ഷെ മരിക്കാത്ത വിശ്വാസത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് മരിച്ചുയർത്തുന്നേറ്റമുള്ള വ്യക്തിയിലുള്ള വിശ്വാസമാണ്. കൈ അടുത്ത് കിടന്നാണ്. കാണാത്ത കാര്യങ്ങൾ കണ്ണിൽ വീഴുന്നവോ വിശ്വസിച്ചിടുന്നു എനിക്കത്താവേ. കാണാത്ത കാര്യങ്ങൾ കണ്ണിൽ വീഴുന്നവോ വിശ്വസിച്ചിടുന്നു എനിക്കത്താവേ. വിശ്വാസത്താ എൻ മുൻപിൽ ഈശോ തന്നെ തളർവായ രോഗിയെ ഒരു അന്ധനെ സുഖപ്പെടുത്തിയില്ലേ? യോഹന്നാന്റെ സുവിശേഷത്തിലെ 9-ാം അധ്യായത്തിൽ ഒരു അന്ധനെ സുഖപ്പെടുത്തിയില്ലേ? അപ്പോഴവന് പിന്നീട് ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ ഈശോ എന്നാ ചോദിച്ചത്? നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? യോഹന്നാൻ 9:35 നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? അതിൻ്റെ വെച്ച അർത്ഥം എന്താ? ഒരു ദൈവികമായ വ്യക്തിയില, ഒരു പ്രതിഭാസത്തില, ഒരു ശക്തിയിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. വി ആർ ഡയറക്റ്റ്ലി പേഴ്സണലി ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഈശോ എന്ന വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് ഈശോ ചോദിക്കുന്നത് 9:35 നീ മനുഷ്യപുത്രന് വിശ്വസിക്കുന്നുവോ? എന്തിനാ വിശ്വസിക്കണത്? കാര്യമെന്താ? നമ്മൾ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ ഒരു വ്യക്തിയിലാണ് വിശ്വസിക്കണത്. ആ വ്യക്തിയിൽ വിശ്വസിക്കുമ്പോൾ വ്യക്തിയെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കണത്? ദൈവം സമസ്തവും ആ വ്യക്തിയുടെ കീഴിലാക്കിയിരിക്കുന്നുവെന്നുള്ള ഒരു മനുഷ്യനിവിടെ അനുഭവിക്കുന്ന, എക്കാലത്തും അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവം അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അതാണ് 1 കൊരിന്ത്യൻസ് 15:26 ദൈവം സമസ്തവും ഒന്ന് പറഞ്ഞ് അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്ന. അപ്പോൾ നിന്റെ രോഗമായാലും നിന്റെ സ്ഥലത്തിന് ജപ്തി നടപടിയായാലും നിനക്ക് വഴി കിട്ടാത്ത അവസ്ഥയായാലും എല്ലാം ദൈവം അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. കാര്യം എന്താണ്? അവനാണ് നിന്റെ വിഷയങ്ങളുടെ മേൽ, അവനാണ് നിന്റെ ഇല്ലായ്മകളുടെ മേൽ, അവനാണ് നിന്റെ പോരായ്മകളുടെ മേൽ എല്ലാം ഭരിക്കുന്നത്. ദൈവം അവനെ എല്ലാത്തിനെയും അധികാരിയാക്കി. കൈ അടിച്ചു കിടത്താണ്. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. അപ്പോൾ എന്നാ മനസ്സിലായത്? 1 കൊരിന്ത്യസ് 15:26 എന്നാ മനസ്സിലായത്? നമ്മളുടെ എല്ലാം ഇപ്പോൾ ഒരു ബ്ലീഡിങ് സൗഖ്യപ്പെട്ട സാക്ഷ്യം വായിച്ചില്ലേ? ബ്ലീഡിങ് ആയാലും ശരി, എയ്ഡ്സ് ആയാലും ശരി, ക്യാൻസർ ആയാലും ശരി, എല്ലാം 1 കൊരിന്ത്യസ് 15:26 അനുസരിച്ച് കൊണ്ട് ദൈവം ഈ ഭൂമിയിലും വരാൻ പോകുന്ന കാലത്തുമുള്ള എല്ലാം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ദൈവത്തോട് എന്തും ചോദിക്കാം. ദൈവത്തോട് നിനക്ക് എന്തും ചോദിക്കാം. എന്ത് വിഷയങ്ങളുണ്ടായാലും കർത്താവിന് അതിന് പരിഹാരമുണ്ടാകും. പാപത്തിന് മാത്രമല്ല,
പാപത്തിന് പോലെ നിന്റെ യേശുവിലെ പരിഹാരമുണ്ടെങ്കിൽ ദൈവവേദന കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാത്തിനും അവൻ തന്നെ പരിഹാരം. കൈ അടിച്ചു കർത്താവ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം 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 എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും നാഥന്. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും നാഥന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒരു ജീപ്പ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു കട്ടറെ കയറിയിട്ട് അത് ബ്രേക്കോ ക്ലച്ചോ ചവിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് തെറ്റിപ്പോയി കാലിടറിയിട്ട് ചെറിയ കണ്ണങ്കാലിൻ്റെ കുഞ്ഞസ്ഥികൾ ഡാമേജായി. അതിനുശേഷം കാല് കുത്തി ചവിട്ടാൻ പറ്റാത്ത, ഇതുപോലെ ഒന്നും ബ്രേക്കൊന്നും ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയായി. ആ മകൻ്റെ കാലിനെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ എല്ലാം ദൈവം കർത്താവിൻ്റെ നാമത്തിൻ്റെ കീഴിലാക്കിയിരിക്കുകയാണ്. ഇനി ഈ നാമത്തെ ഏറ്റു പറയുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ഫലമുണ്ടാകണത്. നമുക്കറിയാമല്ലോ നമ്മുടെ എല്ലാ വിശ്വാസം എങ്ങനെയാണ് നീതീകരിക്കണത്. യാക്കോബ് 2:22 വിശ്വാസം അതിൻ്റെ പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെടുന്നു എന്ന് പറഞ്ഞേ. വിശ്വാസം അതിൻ്റെ പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെടുന്നു. അപ്പോൾ വിശ്വാസം പൂർണ്ണമാക്കപ്പെടണം. ആ ചാക്കോ വർഗീസ് പറഞ്ഞ കറക്റ്റാ. പാരമ്പര്യ വിശ്വാസം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി ഫെയ്ത്താ.
എൻ്റെ 2nd ഡിഗ്രി ഉണ്ട്, 3rd ഡിഗ്രി ഉണ്ട്, 4th ഡിഗ്രി ഉണ്ട്. എനിക്ക് തോന്നുന്നത് അതൊരു 7th ഡിഗ്രി വരെ വിശ്വാസം ഉണ്ടെന്നാണ്. ഇങ്ങനെ പൂർണ്ണമാക്കിക്കൊണ്ടേയിരിക്കും. എപ്പോഴും വിശ്വാസം പൂർണ്ണമാക്കുമ്പോഴേ, ഇപ്പം തന്നെ ഒരു ഉദാഹരണം, ഒരു വിധവയില്ലേ, കർത്താവിൻ്റെ വചനത്തിൽ ഒരു വിധവയുണ്ടല്ലോ, ആ ചില്ലിക്കാശിട്ട വിധവ. അവരെന്നാ ചെയ്തത്? ഒരു ചെമ്പ് തൊട്ട് കൊണ്ടുവന്ന് ശ്രീഭണ്ഡാരത്തിൽ ഇട്ട്. അപ്പോൾ കർത്താവ് അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്തു. കാര്യം ചാക്ക് കണക്കിന് നോട്ട് കിട്ടിയിട്ട് ആൾക്കാരൊക്കെ കിട്ടിയിട്ട് കർത്താവ് അത്രയും ദൈവം ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ആ സ്ത്രീ ഒരു ചെമ്പ് തൊട്ടിട്ടപ്പോൾ കർത്താവ് അത് വലിയ കാര്യമായിട്ട് ഏറ്റെടുത്ത്. മനസ്സിലായോ? ഇത് നിസ്സാര കാര്യമായിട്ട് കരുതരുത്. മർക്കോസ് 12:44 ആ സാധു വിധവ തൻ്റെ എന്തുകൊണ്ടാണ് കർത്താവ് അത് ഇങ്ങനെ ഏറ്റു പറയാൻ കാര്യമെന്താ? അവളെ ഇട്ടിരിക്കുന്ന നാണയം ഒരു ചെമ്പ് തൊട്ട എന്താ അത് അവളുടെ അന്നത്തെ അത്താഴത്തിൻ്റെ വകയാണ്. നിസ്സാരമല്ല വിഷയം. വിശ്വാസത്തിൻ്റെ ചില അവതാരങ്ങളുണ്ട്, ചില രൂപീകരണങ്ങൾ. മർക്കോസ് 12:44 അനുസരിച്ച് കൊണ്ട് ആ സാധു വിധവ പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? അതാണ് പ്രഖ്യാപിക്കണത്, കർത്താവേ, നീ എൻ്റെ അത്താഴത്തേക്കാൾ വലിയവനാണ്. അതാണ് ഭാഷ. ദൈവം ശരിക്കും തർജ്ജമ ചെയ്യാൻ അറിയാവുന്ന ആളാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും അപ്പം തന്നെ കർത്താവ് തർജ്ജമ ചെയ്തെടുക്കും. അവൾ പറയാതെ പ്രഖ്യാപിച്ച എന്താ? വിശ്വാസം എന്തിനു വേണ്ടിയുള്ളതാണ്? യേശു കർത്താവാണെന്ന് അക്ഷരം കൊണ്ട് ഏറ്റുപറയാനല്ലേ? എന്നിട്ട് എന്താണ്? ദൈവം അവന് മരിച്ചോണ്ട് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാൻ. 10:9 റോമാലേഖനം. അതിൻ്റെ താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? അതിൻ്റെ എല്ലാത്തിൻ്റെ രത്നചുരുക്കം എന്താ? യേശു കർത്താവാണെന്നാണ്. ആ വിധവ അതാ പറഞ്ഞത്, ദൈവമേ, നീ എൻ്റെ ഉപജീവനത്തെക്കാൾ വലിയവനാണ്. ഇത് അപ്പോഴെന്താ? 1-ാം പ്രമാണമാണത്. ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വിശ്വാസ സാക്ഷ്യങ്ങളിലെല്ലാം നമ്മൾ ദൈവത്തോട് എന്ത് ചോദിച്ചു എന്നല്ല പ്രശ്നം. ദൈവത്തോട് എന്തും ചോദിക്കാം. പറഞ്ഞാൽ മനസ്സിലായ മക്കളെ? ദൈവത്തോട് എന്തും ചോദിക്കാം. കടത്തുരുത്തിൽ നിന്ന് വന്നൊരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, ഈശോനോട് ചോദിച്ചിട്ട് ഒരു 10-12 സെൻറ്റ് സ്ഥലം, അത് ഞാനാണ് അപ്പനോട് പറഞ്ഞത്. അപ്പൻ എന്നോട് 20 സെൻറ്റാണ് ചോദിച്ചത്. ഇപ്പം കർത്താവ് 12 എന്നാണ് എന്നോട് പറഞ്ഞത്. 12 മതിയാവുമെന്ന്. അതെന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞ് ഇത് കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടെന്ന് അറിയാവോ? കടത്തത്തിൽ അപ്പച്ചൻ ചോദിച്ചത് എനിക്കൊരു 20 സെൻറ്റ് സ്ഥലവും അതിൻ്റെ അകത്തൊരു 3-4 പ്ലാവും 4-5 മാവും വേണമെന്ന്. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ഇടവകയിൽ ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവ്, കടത്തുരുത്തിൽ അപ്പച്ചൻ ചോദിച്ചിട്ട് നീ ഇതൊക്കെ കൊടുത്തിട്ടില്ല. എനിക്ക് ചോദിക്കാതെ തന്നെ എൻ്റെ പള്ളിമേടയിൽ എത്ര മാവും എത്ര പ്ലാവും പൂത്തു നിൽക്കണേ. അത് ഒരു ജീവിക്കാനുള്ള മനസ്സിൻ്റെ ഒരു പച്ചപ്പാണത് കർത്താവിന്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് അപ്പൻ്റെ തലയൊക്കെ വെച്ചപ്പോൾ കർത്താവ് പറഞ്ഞു 12 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 12 സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും അപ്പം കാണുമെങ്കിൽ, മാവും പ്ലാവുള്ള സ്ഥലം കാണുകയാണെങ്കിൽ കാശില്ലെങ്കിലും ഈ കാശിലും കൊണ്ടിട്ടേക്കാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. നമ്മൾ ഇടണത് എന്താണ്? വിശ്വാസമാണ് ഇടണത്. 12 സെൻറ്റ് സ്ഥലം, 20 സെൻറ്റല്ല, 12 സെൻറ്റ് സ്ഥലം, ഒരു കുറച്ച് മാവും പ്ലാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കേട്ടപ്പോൾ. കുറച്ച് മാവും പ്ലാവുമുള്ള സ്ഥലം അപ്പം കാണുകയാണെങ്കിൽ അപ്പം ഈ കാശിരം കൊണ്ടുപോയി ഇട്ടേക്കാൻ പറഞ്ഞു. എന്താ കാര്യം? കാശിരൂപത്തെ എന്തായിട്ടിരിക്കുന്നത്? വിശ്വാസമാണ്. വിശ്വാസം കൊണ്ട് നമ്മൾ സ്ഥാപിക്കുകയാണ്. അപ്പോൾ കർത്താവ് വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണത്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഉടമ്പടി തൈലം തേച്ചു, ആ മുഴ കാണാനില്ലെന്ന് പറഞ്ഞില്ലേ? എന്താണത്? വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. ഉടമ്പടി തൈലവും തിരിയും ഉപ്പും എല്ലാം എന്താ? അടയാളങ്ങളാണ്. നമ്മുടെ വിശ്വാസം പ്രയോഗിക്കാൻ വേണ്ടിയുള്ള അടയാളങ്ങളാണ്. അതല്ല സുഖപ്പെടുത്തുന്നത് എന്താണ്? അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു വിശ്വാസമുണ്ട്. കാര്യം എന്താണ്? ഈ മുഴയായാലും 12 സെൻറ്റ് സ്ഥലമായാലും ഇനി 12 ഏക്കറായാലും ദൈവം സമസ്തവും അവനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്.
അവനുള്ള വിശ്വാസത്തിലാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന്. എന്താ? വിശ്വസിച്ചാൽ നീ കണ്ടതല്ല കാണാൻ പോണതെന്ന്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. അതാണ് വിശ്വാസത്തിൻ്റെ. അപ്പം വിശ്വാസം എന്തിനുള്ളതാണ്? വിശ്വാസം പ്രയോഗിക്കാനുള്ളതാണ്. അപ്പം വിശ്വാസം പ്രയോഗിച്ച് കഴിയുമ്പോഴാണ് നമുക്കത് അനുഭവവേദ്യമായിട്ട് വരണത്. അപ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്നറിയാവൂ? നമ്മുടെ വിശ്വാസം, മേൽത്തരം വിശ്വാസങ്ങൾ നമുക്ക് വർദ്ധിക്കാൻ വേണ്ടി സാഹചര്യത്തിൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനൊപ്പം ഉയരണം. ഇപ്പം എന്തെങ്കിലും, ഇപ്പം ഞാൻ അച്ഛൻ എന്താ പറഞ്ഞത്, ദൈവത്തോട് നമുക്ക് എന്തും ചോദിക്കാം. കാര്യം എന്താണ്? ദൈവം സമസ്തവും. ഇപ്പോൾ എന്നോട് ഒരു മോള് പറഞ്ഞത് എന്താണ്, അതായത് അവൾക്ക് ആസ്ട്രേലിയയിലും പോകണം, ജർമ്മനിയിലും പോകണം. പക്ഷെ അവൾക്ക് ഇഷ്ടം എന്താ? ആസ്ട്രേലിയയിൽ പോകുന്നതാണ് അവൾക്കിഷ്ടം. പക്ഷേ ഈശോനോടത് പറഞ്ഞാൽ അതിനല്ല അവൾ പഠിച്ചിരിക്കുന്നത്. അവൾ പഠിച്ചിരിക്കുന്നത് ന്യൂസിലൻഡിൽ പോകാൻ വേണ്ടിയാണ്. UK-യിലാണ് വിസ UK-യിലേക്കാണ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അവൾക്ക് അക്സസിബിളായിട്ട് വന്നത്. വിസ UK-യിലേക്കുള്ള വിസയാണ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളുടെ മനസ്സിൽ ഈശോനോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ആസ്ട്രേലിയയിൽ പോകാനാണ് ഇഷ്ടം, പക്ഷേ അത് കിട്ടിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇതെടുക്കുകയാണ്. അപ്പം അവൾ പറഞ്ഞത്, എൻ്റെ മനസ്സിൽ ഞാൻ ഈശോനോട് പറഞ്ഞെന്നാണ് പറയണത്. എന്താണ്? എനിക്ക് ആസ്ട്രേലിയയിൽ പോകാനാണ് ഇഷ്ടമാണ്. പക്ഷേ പ്രോസസ്സിങ് നടക്കണ എവിടെയാണ്? UK-യിലാണ്. പക്ഷേ ഈശോനെ ചെന്നറിയാവോ? ആസ്ട്രേലിയയിൽ PR ഉള്ള ഒരുത്തിനെ കൊണ്ട് അവളെ കെട്ടിച്ച്. ഇപ്പോൾ അവൾ പറയുന്നത് എന്താ അറിയാമോ? ഞങ്ങൾ രണ്ടും കൂടി ആസ്ട്രേലിയയിൽ പോവുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അതായത് ദൈവത്തോട് എന്തും ചോദിക്കാം. ദൈവത്തോട് കാര്യം എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ, നിൻ്റെ ആസ്ട്രേലിയ ആയാലും ന്യൂസിലൻഡ് ആയാലും 12 സെൻറ്റ് സ്ഥലമായാലും ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ, ഒന്ന് പറഞ്ഞ്, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പം യേശു എന്നെക്കുറിച്ച് അറിയണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ദൈവത്തോട് എന്തും ചോദിക്കാം. പക്ഷെ പ്രശ്നം എന്താണ് ചോദിക്കണതെന്നല്ല പ്രശ്നം, ആരാണ് ചോദിക്കണതെന്നാണ് പ്രശ്നം. ഇവിടെയാണ് വിഷയം വന്നത്. എന്താണ് ചോദിക്കണം എന്നല്ല പ്രശ്നം, പിന്നെന്താണ്? ആരാണ് ചോദിക്കണത്. അപ്പം ഞാനെപ്പോഴും എന്താ ചെയ്യണമെന്നറിയാവോ? ഞാൻ 89 തുടങ്ങിയ ശുശ്രൂഷയാണ്. നിങ്ങൾക്ക് കർത്താവിനോട് ചോദിക്കാൻ നിങ്ങളെ ഞാൻ എക്വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി പ്രാർത്ഥനയുടെ കാരുണ്യ പ്രവൃത്തികൾ, ഉടമ്പടി പ്രാർത്ഥനയുടെ കൃപാവര പ്രവർത്തനങ്ങൾ, ഉടമ്പടി പ്രാർത്ഥന, വചന വായന, വചന അനുഷ്ഠാനം, വചന അനുവർത്തനം എല്ലാം കൊണ്ട് നിങ്ങളുടെ മൂല്യം അങ്ങോട്ട് ഉയരും. ഇപ്പോൾ വിധവയുടെ മൂല്യം ഉയർന്നില്ലേ? എന്തുകൊണ്ടാണ് അവിടെ മൂല്യം ഉയർന്നത്? അവൾ 1-ാം പ്രമാണം പ്രഖ്യാപിച്ചിട്ടാ. അവൾ എന്താ പറയണത്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന് പറഞ്ഞ 1-ാം പ്രമാണമാണ് അവൾ പ്രഖ്യാപിക്കുന്നത്. എന്താ? കർത്താവേ, നീ എനിക്ക് ദൈവം മാത്രമല്ല, എൻ്റെ ജീവനത്തെക്കാളും എൻ്റെ ഉപജീവനത്തെക്കാളും നീ എനിക്ക് വലിയവനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് 1-ാം പ്രമാണമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിലും നിലപാടുകളിലും സമീപനങ്ങളിലെ നമ്മളെ വിശ്വാസം എന്താ മക്കളെ? വിശ്വാസം അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ അത് പ്രാർത്ഥനയാണ്. വിശ്വാസം ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് പറയുമ്പോൾ അത് പ്രഖ്യാപനമാണ്. പ്രാർത്ഥിച്ചാലും പ്രഖ്യാപിച്ചാലും പ്രഖ്യാപിക്കണത് എന്താണ്? വിശ്വാസമാണ്. ആ വിധവ വിശ്വാസം പ്രഖ്യാപിച്ചു. എന്താണ്? എൻ്റെ ഉപജനത്തെക്കാൾ, മർക്കോസ് 12:42, ഈശോ ദൈവമേ നീ എൻ്റെ ഉപജനത്തെക്കാൾ വലിയവനാണ്. എന്തെങ്കിലും പരീക്ഷയ്ക്ക് നീ തോറ്റെന്ന് വിചാരിച്ചോ? ഏതെങ്കിലും ഇൻ്റർവ്യൂ തോറ്റെന്ന് വിചാരിച്ചോ? അപ്പം നീ കൊണ്ട് പള്ളി മുടക്കും, നീ പ്രാർത്ഥന മുടക്കുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? കർത്താവേ, നീ എൻ്റെ PSC ടെസ്റ്റിനേക്കാൾ താഴ്ന്നവനാണെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു രോഗം വന്ന് പ്രാർത്ഥിച്ചിട്ട്, ഒരു ചൊറി വന്ന് പ്രാർത്ഥിച്ചിട്ട് നീ കേട്ടില്ല, ഓ ഈ പ്രാർത്ഥിച്ച് മടുത്തി, എല്ലാ ദൈവത്തിനെയും വിളിച്ച് എന്നെ അതിനകത്ത് പ്രാർത്ഥിക്കാനാ, ഇങ്ങനെ പെയ്തും പിറക്കും ഇരുന്ന് പിച്ചും പെയ്യും പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ ദൈവം നിൻ്റെ ചൊറിയേക്കാൾ ചെറുതാകും. അതാണ് പ്രശ്നം. അതാണ് സംഭവിക്കുന്നത്. നിൻ്റെ ചൊറി വന്നു നിനക്ക്, അത് പ്രാർത്ഥിച്ച് മാറണില്ല. ഓ അതിനകത്ത് പ്രാർത്ഥിക്കണം, എല്ലാ ദൈവത്തിനെയും വിളിച്ച് എന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ പെയ്തും പെറുക്കിയും പിശാചിനെ പോലെ പിച്ചും പെയ്യും ഇരിക്കുമ്പോൾ ദൈവം എന്താ മനസ്സിലാക്കണത്? നിൻ്റെ ദൈവം നിൻ്റെ ചൊറിയേക്കാൾ ചെറുതാണ്. നിന്റെ പരാജയങ്ങളിലും
നിന്റെ സൗഖ്യപ്പെടാതെ രോഗങ്ങൾ നീളുമ്പോഴും നീ കർത്താവ് യേശു കർത്താവാണെന്ന് പറയുമ്പോൾ നീ പറയാതെ പറയും, എന്താണ്? എൻ്റെ ക്യാൻസറിനേക്കാളും എൻ്റെ രോഗത്തെക്കാളും എൻ്റെ കടങ്ങളെക്കാളും എൻ്റെ കർത്താവ് വലിയവനാണ്. കൈ അടുത്ത് കർത്താവ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും കരങ്ങളടിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. പ്രൈസ് ദി ലോർഡ്. എന്താ നമ്മൾ കണ്ടത്? ഇപ്പോഴേ ദൈവത്തോട് നമുക്ക് എന്ത് വേണേലും ചോദിക്കാം. എന്ത് ചോദിക്കുന്നു എന്നല്ല പ്രശ്നം, ആര് ചോദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളല്ലേ. നമ്മളുടെ മൂല്യം വർദ്ധിപ്പിച്ചെടുക്കണം ദൈവതിരുസന്നിധിയിൽ. ഉടമ്പടി അതാണ് ചെയ്യണത്. നമ്മുടെ മൂല്യം വർദ്ധിപ്പിച്ചെടുക്കും ദൈവതിരുസന്നിധിയിൽ. ചോദിക്കാൻ പറ്റിയ കപ്പാസിറ്റി ഉള്ള വ്യക്തിയായിട്ട് നമ്മളെ ഉടമ്പടി വളർത്തും. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത് ദൈവതിരുസന്നിധിയിൽ സമ്പന്നനായിരിക്കണമെന്ന്. 12:21 ലൂക്കാൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്ക 12:21. ദൈവതിരുസന്നിധിയിൽ സമ്പന്നനായിരിക്കുക. അപ്പം നിങ്ങളുടെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഉടമ്പടി അനുവർത്തിച്ച് എന്താ കാര്യം എന്നറിയാവോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം കാനായിലെ കല്യാണം തന്നെ വിഷയം. കാനായിലെ കല്യാണത്തിൽ എന്താ സംഭവിച്ചത്? ആ കുടുംബത്തിന് വിഞ്ഞ് തീർന്നു പോയി. ഈ സംഭവം പത്രോസാണ് വന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് പ്രശ്നം. എന്ത് ചോദിക്കണം എന്നല്ല പ്രശ്നം. ഈ സംഭവം അവർക്ക് വീഞ്ഞില്ല എന്നുള്ളത് കർത്താവ് അടയാളം കാണിക്കാൻ തുടങ്ങിയിട്ടില്ല. കർത്താവ് അടയാളം കാണിക്കാൻ തുടങ്ങിയിട്ടില്ല. പിതാവിൻ്റെ മനസ്സിലാണ് ഈശോ അടയാളം കാണിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സമയം. ദൈവരാജ്യം പ്രോദ്ഘാടനം ചെയ്തിട്ടില്ല. അടയാളങ്ങളിലൂടെ ഈശോ മഹത്വപ്പെടാൻ നടന്നിട്ടില്ല. അപ്പോൾ ഈശോയുടെ മഹത്വീകരണത്തിൻ്റെ സമയമാണത്. പക്ഷേ അത് അത്രയും ഭയങ്കര ഒരു പ്രതിസന്ധിയുള്ളൊരു വിഷയമാണ്. ഈ വിഷയത്തിന് പത്രോസാണ് മീഡിയേറ്റ് ചെയ്യണമെങ്കിലുള്ള അവസ്ഥ എന്താണ്? നടക്കത്തില്ല ഈ സംഭവം. അതാണ് വിഷയം വരുന്നത്. അത് എന്താണ് ചോദിച്ചതെന്നല്ല വിഷയം, ആരാണ് ചോദിച്ചതെന്നാണ്. അമ്മ ചോദിച്ചപ്പോഴും ഈശോ കാര്യം പറഞ്ഞു. എന്താണ്? എൻ്റെ സമയം ആയിട്ടില്ല. പക്ഷെ ചോദിച്ച ആൾ വേറെയാണ്. കാര്യം എന്താ? ചോദിച്ച ആളിന് ഈശോനോടുള്ളതുപോലെ ബന്ധം അപ്പായോടുണ്ട്. കാരണം അപ്പായ്ക്ക് കുറച്ച് കടങ്ങളുണ്ട് അമ്മയോടെ. അപ്പായുടെ വചനങ്ങൾ കേട്ട ആളാണ്. അതിനുവേണ്ടി കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ചാണാക്കുഴി പെറ്റുകിടക്കേണ്ടി വന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് ഓടേണ്ടി വന്ന്, എല്ലാം വചനത്തെ പ്രതി അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച ആളാണ്. അപ്പായുടെ വചനം. അതുകൊണ്ടാണ് ഈശോ ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഈശോയ്ക്ക് 2 പ്രാവശ്യം ഒരു ഉത്തരമേ ഉള്ളൂ. 8:11 ലൂക്ക 11:27 ദൈവവചനം, അപ്പാൻ്റെ വചനം കേട്ട ആളാണെന്ന്. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളാണ്. ആ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ, അമ്മയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറയുമ്പോൾ, ഓരോരോ വീടുകളിലും തെണ്ടി നടന്നിട്ട് ഒരു വീട് കിട്ടാതെ വരുമ്പോൾ, ചാണാക്കുഴി പ്രസവിച്ചതിന് വരുമ്പോഴും അപ്പായോട് അമ്മ പറയാതെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ചാണാക്കുഴി പെറ്റുകിടന്നാലും എൻ്റെ കർത്താവ് ദൈവം നീയാകുന്നുവെന്ന്. അതാണ് വിഷയം. ദൈവവചനം കേൾക്കുന്ന അനുസരിച്ച് കൊണ്ട്, ദൈവവചനം പാലിക്കുന്ന അനുസരിച്ച് കൊണ്ട് നമ്മൾ പാലിക്കുന്നത് 1-ാം പ്രമാണവും. ഈശോ ഉടമ്പടി ചെയ്തപ്പോഴും ഈശോ എന്നാ പറഞ്ഞത്? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരി തന്നെയാണ്. യോഹന്നാൻ 13:13 നമ്മളെപ്പോഴും കാണുന്നതാണ്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദം കഴിയുമെങ്കിൽ നിങ്ങളും പരസ്പരം. അപ്പം അതെന്താ വചനം? അതും കൽപ്പനയാണ്. ഇപ്പം നമ്മൾ എന്താ കൽപ്പന? എല്ലാത്തിലുപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഉടമ്പടിയുടെ കൽപ്പനയാണ്.
ഉടമ്പടി കൽപ്പനയാണ് നമ്മൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് അനുവർത്തിക്കുന്നത്. ഉടമ്പടി നിബന്ധനയാണ് നമ്മൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് അനുവർത്തിക്കുന്നത്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അവസാനവും ഈ ഉടമ്പടി പാലിച്ചിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ മാത്രമല്ല ചോദിക്കാൻ പോണത്. സീനിയർ കൗൺസിലേഴ്സിനോട് ചോദിക്കും, നിങ്ങൾ ഉടമ്പടി പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ രോഗിയെ കണ്ടു, അവരെ കുളിപ്പിച്ചു, ഭക്ഷണം കൊടുക്കില്ലാതെ ഭക്ഷണം കൊടുത്തു, വസ്ത്രമില്ലാതെ വസ്ത്രം കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഈ കൗൺസിലർ അവിടെ നോട്ട് ചെയ്ത് വെക്കും, ഇവർ ചുമ്മാ പറയണതാണ് കള്ളത്തരമാണ് പറയണമെന്ന്. നിങ്ങളറിയത്തില്ല, നോട്ട് കാണുക അവരുടെ. എന്താ കാര്യം? നിങ്ങളുടെ ഭർത്തൃ കാണുമ്പോൾ തന്നെ, ശരീരഭാഷ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളൊരു രോഗിനെ കണ്ടിട്ടില്ല, ഒരു രോഗിനെ കുളിപ്പിച്ചിട്ടുമില്ല, നിങ്ങൾ രോഗിക്ക് വസ്ത്രം കൊടുത്തിട്ടുമില്ല, പഴയ കക്ഷി തന്നെയാണ് നിങ്ങൾ. പിന്നെ ഇത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഉടായ്പ പറയണമെന്ന് പറയും. അപ്പോൾ അവരെ നോട്ട് അവിടെ ചെയ്ത് വെച്ച് കേൾക്കും. നിങ്ങൾ അറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് അത് ദൈവത്തോട് ചെയ്യുന്ന വാഗ്ദാനമാണ്. കാര്യം എന്താണ്? ഇത് ഇവിടെയല്ല. അവസാനം ചോദിക്കുന്നത് ഉടമ്പടി പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കത്തുള്ളൂ. എന്താണ്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹിതരെ വരുവിൻ, ലോകം ആരംഭം ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കിക്കൊള്ളുവിൻ. എന്താ കാര്യം? എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഉടമ്പടി പാലിച്ച കാര്യമാണ് പറയണത്. എന്താണ്? നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഉടമ്പടി നമ്മുടെ ജീവിതത്തെ മാറ്റണം. നിങ്ങൾക്കിപ്പോഴും ഉടമ്പടിയെ ദൈവം കാണുന്നൊരു കാഴ്ചയുണ്ട്. അത് എൻ്റെ ദൈവ പൈതൽ ദൈവരാജ്യത്തിന് അനുപേക്ഷണമായി ജീവിതത്തെ അഴിച്ചു പണിഞ്ഞോ എന്നാണ് കർത്താവ് നോക്കുമ്പോൾ. നിങ്ങൾ നോക്കണത് എന്താണ്? എൻ്റെ IELTS B+ കിട്ടിയോ എന്നാണ് നോക്കണത്. അങ്ങനെ ദൈവത്തെ തൂക്കരുത്. നിൻ്റെ IELTS തോറ്റാലും നിന്നെ ജീവിപ്പിക്കാൻ കർത്താവിന് അറിയാം. കാര്യം നിൻ്റെ കർത്താവ് നിൻ്റെ IELTS വലിയവനാണ്. കൈ അടിച്ച് കർത്താവ് ഈശോയെ നോക്കി സന്തോഷത്തോടെ ഏറ്റുപാടുക. ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു കർത്താവാണ്, യേശു ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. നമ്മൾ ഈ ഉടമ്പടി പാലനത്തോടെ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മയുടെ മൂല്യത്തിലേക്ക് നിങ്ങൾ ഉയരുകയാണ് ചെയ്യണത്. എന്താ കാര്യം? അമ്മയ്ക്ക് പകരം ഇപ്പം എല്ലാ കാര്യവുമാണ്. ഇപ്പം പത്രോസാണ് ആ സമയത്ത് വന്ന് അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞ സംഭവം നടക്കത്തില്ലെന്ന് ഉറപ്പാണ് വചനമാണ് കർത്താവ് പറയണത്. എൻ്റെ സമയം ഇപ്പോഴും സമാഗതമായിട്ടില്ല. പിന്നെ എങ്ങനെ സമാഗതമാക്കി? അമ്മയുടെ മീഡിയേഷൻ്റെ പവറിലാണത് വരണത്. കാര്യം അമ്മയുടെ മീഡിയേഷൻ എന്താ? അമ്മ ദൈവവചനം കേട്ട ആളാണ്, വാഗ്ദാന പേടകമായി മാറിയ ആളാണ്. അമ്മ രണ്ട് തരത്തിലാണ് വാഗ്ദാന പേടകമായിരിക്കുന്നത്. ഒന്ന് ഹൃദയ ഉദരത്തിൽ കർത്താവിനെ ധരിച്ചപ്പോൾ, രണ്ടാമത്തത് ദൈവവചനം കേട്ടത് വിശ്വസിച്ചപ്പോൾ ഹൃദയത്തിൽ കർത്താവിനെ ധരിച്ചപ്പോൾ. അമ്മ പ്രസവിച്ചു കഴിഞ്ഞാലും അമ്മ വാഗ്ദാന പേടകമായിരിക്കും. എന്താ കാര്യം? ഹൃദയത്തിൽ അതാ ആരാണ് എൻ്റെ അമ്മയെന്ന് ഈശോ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ 11:27 മർക്കോസിൻ്റെ മത്തായിയുടെ 12:44 പറയും എന്താണ്? ദേ ഇരിക്കണം എൻ്റെ അമ്മ, എൻ്റെ സഹോദരന്മാരെന്ന്. ആരെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു? ശിഷ്യന്മാർ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. ശിഷ്യന്മാർ നോക്കിക്കൊണ്ടാണ് ഈശോ അവസാനം പറഞ്ഞത്. മത്തായി 12:44 എന്താ പറഞ്ഞത്? എൻ്റെ വചനം കേൾക്കുകയും അതിന് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ അവൻ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞെന്ന്. ദൈവ പൈതലേ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ ഉടമ്പടി വചനം പാലും ജീവിക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരായി മാർഗ വഴി അവൻ്റെ അമ്മയെപ്പോലെ നമ്മൾ വാഗ്ദാന പേടകങ്ങളാകുമ്പോൾ നമ്മളുടെ വാങ്ങൽ ശേഷി, കർത്താവിൻ്റെ തിരുസന്നിധിയിലുള്ള പ്രാർത്ഥനാശേഷി, നമ്മുടെ ആധ്യാത്മിക മൂല്യങ്ങൾ, ദൈവിക മൂല്യങ്ങൾ, നമ്മൾ മൂല്യമുള്ളവരായി ഉടമ്പടി നിങ്ങൾ ദൈവ തിരുസന്നിധിയിൽ മൂല്യമുള്ളവരായി വളർത്തുന്നത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളുടെ മേൽ ഉടമ്പടിയിൽ 6 കാര്യത്തിന് 9 കാര്യങ്ങൾ ഇവിടെ നടന്നിട്ട് ഇന്ന് സാക്ഷ്യം പറഞ്ഞത് ആ കാര്യമാണ്. എന്താ കാര്യം? ഉടമ്പടി നിങ്ങളെ ദൈവ തിരുസന്നിധിയിൽ മൂല്യമുള്ളവരാക്കി മാറ്റും. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ അധിപതിയേ,
അനന്തകൃപ നദിയേ, അനുഗ്രഹത്തിൽ അധിപതിയേ, അനന്തകൃപ നദിയേ, അനുദിനം നിൻ പാദഗതിയേ, അടിയനുതിൽ കൃപമതിയേ, അനുദിനം നിൻ പാദഗതിയേ, അടിയനുതിൽ കൃപമതിയേ. എല്ലാവരും എഴുന്നേൽക്കുക. നേർച്ച വസ്തുക്കൾ എടുത്തുകൊണ്ട് എഴുന്നേൽക്കുക. മക്കളെ, നേർച്ച വസ്തുക്കൾ എടുത്തുകൊണ്ട് എഴുന്നേൽക്കുക. ഒത്തിരിയേറെ സന്ദേശങ്ങളും സൗഖ്യങ്ങളും കർത്താവ് നൽകി. അത് അനുഭവസ്ഥര് അടുത്ത മാസം മുതൽ സാക്ഷ്യം പറയേണ്ടതാണ്. ഇപ്പോഴ് വീടില്ലാത്തവർ, സ്ഥലം ഇല്ലാത്തവർ ശ്രദ്ധിക്കുക. വീട് ഇല്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, സ്ഥലം മാത്രമില്ലാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, ജോലി ഇല്ലാത്തവർ, ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, റീവാലുവേഷന് വേണ്ടി കൊടുത്തിട്ടുള്ളവർ, സ്ഥലം വിൽക്കാനുള്ളവർ, വഴി ഇല്ലാത്തവർ, അങ്ങനെയുള്ള എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന വലിയ സമയമാണ്. നിങ്ങളുടെ ജോലി ഇല്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, ഉടമ്പടി വച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ, പാക ഉടമ്പടി നടക്കാത്തവർ, കല്യാണം ഒത്തുവരാത്തവർ, മക്കൾ ഇല്ലാത്തവർ, മാരക രോഗികൾ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ വിടുതൽ ലഭിക്കാൻ അതിശക്തമായ സ്തുതികട ഹല്ലേലൂയ. എല്ലാ രോഗികളുടെ മേലും കർത്താവിൻ്റെ ശക്തി. ഈശോ ത്വക്ക് രോഗികളെ, ഈശോ ത്വക്ക് രോഗികളെ, ഈശോ കൽ രോഗികളെ, ഈശോ ഷുഗർ രോഗികളെ, ഈശോ ഗർഭാശയ രോഗികളെ, ഈശോ മാരക രോഗികളെ, ഈശോ കിഡ്നി രോഗികളെ, ഈശോ സിസ്റ്റ് രോഗികള്, പിസ്റ്റുല രോഗികള്, പിസിഒഡി രോഗികള്, ഈശോ സിസ്റ്റ് ഉള്ളവര്, കർത്താവ് മുഴ ഉള്ളവര്, ഈശോ ക്യാൻസർ ഉള്ളവര്, അസ്ഥി രോഗികൾ, അസ്ഥി ലഭിക്കുന്നവര്, രക്തംപോക്കുകാര്, അസ്ഥിക്ഷയമുള്ളവര്, വെള്ളപ്പോക്കിന് അസുഖമുള്ളവര്, കർത്താവ് അണ്ടം ഉത്പാദിപ്പിക്കപ്പെടാത്തവര്, ബീജം ഉത്പാദിപ്പിക്കപ്പെടാത്തവര്, കർത്താവ് മെൻസസ് സൈക്കിൾ കറക്റ്റ് അല്ലാത്തവര്, പല തരത്തിലുള്ള വേദന അനുഭവിക്കും. Jesus Christ, pour out the Spirit, let peace of Spirit, let peace of Spirit, of power and grace. ഉടമ്പടിയിൽ വെച്ച എല്ലാ രോഗങ്ങളുടെ മേൽ സൗഖ്യം നൽകുന്ന കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, തിരുമുറിവിലാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിലാൽ കൈകളടിച്ചുകൊണ്ട് തിരുക്കരത്താൽ താങ്കി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്കി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. നേർച്ച വസ്തു എടുക്കുക, നേർച്ച വസ്തു എടുക്കുക. മക്കൾ ശ്രദ്ധിക്കുക.